ഈ ഒരു കുട്ടീനെ ശ്രദ്ധിച്ചു കാണൂല്ലേ? ആളില്ലാത്ത വീട്ടിൽ പോയി മോഷ്ടിച്ചതല്ല കേട്ടോ. ഒരു മൂഡ് സ്വിങ്സിന്റെ ഒരു പണിയും കിട്ടിയിട്ട് എനിക്ക് ചെറിയൊരു ഡിപ്രഷന്റെ ആള് വന്നിട്ട് അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര കൂളായി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നതല്ല, പെട്ടെന്ന് എന്തോ ഒരു മൂഡ് തോന്നിയപ്പോൾ ശരി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണേ. ഇത് കണ്ടോ, പനിക്കൂർക്കയാണ് കേട്ടോ. അത് പനിക്കൂർക്ക ഞാൻ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ബുദ്ധയൊക്കെ വെച്ച് നല്ലതാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് മോള് ഇതെന്തൊക്കെ വട്ടാണ് കാണിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു. പൂജാമുറിയിലേക്ക് വാങ്ങിച്ചതാണ്, പക്ഷെ സാരില്ല, 2 ദിവസം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇത് ഈ പനിക്കൂർക്കയുടെ ബാക്കിൽ നിങ്ങൾ ഈ ഒരു കുട്ടീനെ ശ്രദ്ധിച്ച് കാണൂല്ലേ? ഇത് വേറെ ആരും ഇല്ല കേട്ടോ, ഇത് ഞാൻ തന്നെയാണ്. അയ്യോ, പൊടി പിടിച്ച് കിടക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ LKG പോണ ഫോട്ടോ എടുത്തതാണ്. കാരണം ഈ ഫോട്ടോ എടുത്തത് അച്ഛനെ അയച്ചു. അച്ഛൻ ആ സമയത്ത് സൗദിയിലായിരുന്നു കേട്ടോ. ഞാൻ LKG പഠിക്കുന്ന സമയത്ത് അച്ഛൻ സൗദിയിലായിരുന്നു. അപ്പോൾ കുട്ടി സ്കൂളിൽ പോണത് അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അമ്മ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് അച്ഛനെ അയച്ചു കൊടുത്താണ് കേട്ടോ. അത് കണ്ടില്ലേ, മുല്ലപ്പൂക്കെ വെച്ചിട്ട് സുന്ദരി. ഇവിടെ പിള്ളേർ ഇത് കണ്ടിട്ട് അയ്യോ അമ്മ ഇതെന്താ അമ്മ 2 സൈഡും മുല്ലപ്പൂ റോസ് പൂ ഒക്കെ വെച്ചിട്ട് വേലയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ കളിയാക്കും. പണ്ട് അങ്ങനെയല്ലേ, അമ്മ എത്രത്തോളം ഒരുക്കാൻ പറ്റണോ അത്രയും ഒരുക്കി സുന്ദരി ആക്കിയിട്ടുണ്ട് എന്നെ. അപ്പൊ പറഞ്ഞു വന്നത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയിട്ട് ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസങ്ങളെ മുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഈ സൺഡേ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ബാൽക്കണി മാത്രം കാണിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ഇന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് ഇവിടെ കുറച്ച് നമ്മൾക്ക് വെയിൽ കിട്ടിയത്. ഒരാഴ്ചയായിട്ട് ഒട്ടും വെയിലുണ്ടായിരുന്നില്ല. ചെടികളെല്ലാം എൻ്റെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് സൺലൈറ്റ് വേണമല്ലോ. ഒന്നിനും വെയിലില്ലാതെ ഇന്ന് എല്ലാ ചെടികളും എടുത്ത് ഞാൻ എല്ലാം എടുത്ത് വെളിയിൽ വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ചെറിയ ഒരു വ്യത്യാസം. പിന്നെ ഇതാ കുറേ പ്ലാന്റ്സ് ഒന്നും, ഇത് റബ്ബർ പ്ലാന്റ്, പിന്നെ ഇത് വന്നിട്ട് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ല വെയിലത്ത് വെക്കില്ല, എന്നാലും ഈ ഒരു സൈഡിൽ കുറച്ചെങ്കിലും ഒന്ന് സൺലൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇതാ ഇവിടെയും ബുദ്ധക്കൂട്ടന്മാർ വെച്ചിട്ടുണ്ട് കേട്ടതാ. പിന്നെ ഇതേ ഈ ചെടിയാണ് ഞാൻ 2 ദിവസം മുന്നേ ഷോർട്സിൽ പറഞ്ഞത്, ഡെവിൾസ് ബാക്ക് ബോൺ. നമ്മൾക്കിത് കാണുമ്പോൾ ചെറുതായിട്ട് പേടിയാവും കേട്ടോ. കണ്ടില്ലേ, ഡെവിൾ പോലെ ഉണ്ട് കണ്ടില്ലേ. അപ്പം ഞാൻ ഇത് വെള്ളത്തിലാണ് പ്രാവശ്യം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം വേര് വരുമോ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ഗാർഡൻ കേട്ടോ. ഇത് ഞാൻ പെയിന്റ് ചെയ്താണ് കേട്ടോ. ഫ്രോഗ് തവളക്കുട്ടിയാക്കി വെച്ചതാണ്. വെള്ളാരം കല്ല്, ഏതൊരു കല്ല് ഞാനൊന്ന് പെയിന്റ് ചെയ്തിട്ട് ഇവിടെ നല്ല ഭംഗിയല്ലേ. എവിടെ വേണമെങ്കിൽ വെക്കാം, ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഗ്രാസിൽ വെക്കാം, എവിടെ വേണിച്ചാലും വെക്കാമല്ലേ സുരേട്ടാ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഗാർഡൻ കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. മണി പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ. മണി പ്ലാന്റ് ഞാൻ മണ്ണിൽ വെച്ചിട്ടുണ്ട്, കൂടുതലും വാട്ടറിലാണ് കേട്ടോ. പ്രൊപ്പഗേഷൻ കൂടുതലും ഞാൻ വെള്ളത്തിലാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റൂട്ട് വരും, അപ്പോൾ നമുക്ക് വേഗം മണ്ണിലോട്ട് മാറ്റാമല്ലോ. അങ്ങനെ അപ്പോൾ കുറേ പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പർപ്പിൾ ഹാർട്ടാണ്, ഇതിൽ വേര് വന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു കണ്ടില്ലേ 2-3 വീക്സ് ആയി. 3 വീക്സ് ആവാനായി, 3 വീക്സ് ആയിട്ടോ. പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കാൻ ഇങ്ങനെ വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ ഇല കാണിച്ചെടുക്കുക, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കൈ ഒഴിവില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് ബുഷിയാക്കി നിർത്താന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു നോഡായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കുമ്പോൾ ബുഷിയാക്കി നിർത്താം. ഇത് എവിടെ നിന്നാണ് പറിച്ചെന്ന് കാണിച്ചു തരാം. എൻ്റെ കൈ പോകണ അവിടേക്ക് ക്യാമറ തിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൽ കാണുന്നുണ്ടോ, ഓപ്പോസിറ്റ് വീട്ടിൽ അവരവിടെ എന്താ പറയുക, കുറേ ദിവസങ്ങളായിട്ട് ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ്ടില്ലേ, അതാണ് സംഭവം. അപ്പോൾ അവിടെ ആളില്ലാതെ അവർ കുറേ അതാണ് കേട്ടോ, കുറേ ദിവസങ്ങളായിട്ട് അവിടെ ആളില്ല. അവർ നാട്ടിൽ പോയതാണെന്ന് തോന്നുന്നു.
അപ്പൊ ആളില്ലാത്ത വീട്ടിൽ പോയി മോഷ്ടിച്ചതല്ല കേട്ടോ. അവര് അവിടെ 1 മാസം മേലെയായിട്ട് ആളില്ല, എല്ലാ ചെടിയും കരിഞ്ഞു പോയിരിക്കണം. അപ്പൊ എന്തായാലും അത് നശിക്കും. അപ്പൊ ഞാനത് കട്ട് ചെയ്തോടെ വെച്ചാൽ ജീവൻ കൊടുക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടതാണ്. പക്ഷെ ആള് വന്നിട്ടില്ല. ആള് വന്നിട്ട് ഞാൻ പറയും, എന്തായാലും ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ആള് കാണാനില്ല. പിന്നെ ഏതാ കുറേ ചെടികളുണ്ട് നമ്മുടെ. ഇതൊക്കെ ഞാൻ ഇപ്പൊ വെച്ചതാണേ. പനിക്കൂർക്ക ഒരാഴ്ച മേല, ഒരാഴ്ച ആവണേ ഉള്ളൂ. ഇത് നോർമൽ പനിക്കൂർക്ക, ഇത് വെള്ള പനിക്കൂർക്ക. ഈ പനിക്കൂർക്ക നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാ പനിക്കൂർക്കേക്കാളും നമ്മൾക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് നിർത്താം. കണ്ടില്ലേ ഇങ്ങനെ ബുഷ് ചെയ്ത് നിൽക്കുന്നത്. ഇത് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാ കണ്ടോ ആ പനിക്കൂർക്കയുടെ വെള്ള വൈറ്റും ഗ്രീനും ആയിട്ടുള്ളത്. ഇത് ഒരു 2 ചെടിയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെ നിൽക്കും, പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ മണി പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തതിൽ വേര് വന്നത് കേട്ടോ. ഇതാ വേര് വന്ന് തുടങ്ങി. ഇങ്ങനെ ഇടുമ്പോൾ ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ ലീവ്സൊക്കെ വെയിലത്തുനിന്ന് കാണിക്കാം കേട്ടോ. നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യും കേട്ടോ. ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ കൂടെ ഉള്ളിൽ വെക്കും. പിന്നെ ഞാൻ വീട് കാണിക്കുന്നില്ല, ഹോം ടൂറിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടേ എല്ലാ ചെടികളിലും ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ. എന്തായാലും ഒരു ഈർപ്പം വെക്കണത് നല്ലതല്ലേ, അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ, വെളിയിൽ വെച്ചാണ്. തുളസിയൊക്കെ ഇപ്പോൾ വെച്ചതാണ്. അപ്പോൾ തുളസിയൊക്കെ നല്ലപോലെ നല്ല തളിർത്ത് വരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ളതൊക്കെ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തതാണ്. ഏതറിയോ, മറ്റേ സ്പൈഡർ പ്ലാന്റ് വന്നിട്ട് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് എന്താ പറയുക, ഒരു ചട്ടിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് കുറേ ആകുമ്പോൾ ഇങ്ങനെ വളർച്ച കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പോട്ടിങ് മിക്സ് മാറ്റിയിട്ട് 2 എണ്ണത്തിലേക്ക് ആക്കിയപ്പോൾ കുറച്ച് വളർച്ച കണ്ടില്ല, നല്ല രീതിക്ക് വരാൻ തുടങ്ങി. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇത് വേറെ പോട്ടിലേക്ക് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ചുകൂടെ അവർക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വളരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് തെയ്യായിട്ട് തന്നെ നിൽക്കും. ഇതാകുമ്പോൾ അവർക്ക് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ വളരാനായിട്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. പിന്നെ ഈ ഒരു സാധനം നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഞാൻ മൊത്തം നോക്കുന്നത് ഫുള്ള് ചെടികളും. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാണിക്കൂ കേട്ടോ. മൊത്തം ചെടികളും നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു വൈബാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഫുൾ ഗ്രീൻ നേച്ചറാണ്. നിറയെ ചെടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹോം ടൂറിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പാർട്ട്മെന്റ് ഫുള്ള്. അപ്പോഴേ കണ്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത്, നടക്കാൻ പോകുമ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ പോണ വഴിക്ക് ഈ ചേട്ടൻ നടന്നു വരുമ്പോൾ എവിടെ നിന്നോ താഴെ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ എവിടെയോ കിടപ്പാണ്. ആരും എടുക്കുന്നില്ല. അപ്പോൾ ശരി ഇതിന് വെറുതെ വേസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നാണ് കേട്ടോ. ആരുടെയോ ആണ്. പിന്നെ ഞാനൊരു നല്ലൊരു അടിപൊളി കുഞ്ഞു പോട്ടിലേക്ക് മാറ്റി ഇങ്ങനെ വെച്ചു, അലോവേരയുടെ. അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മുടെ കുഞ്ഞു ചെടികൾ, നടക്കാൻ സ്ഥലമില്ല, മൊത്തം ഇപ്പം ചെടികളായിട്ടോ. ഈ ചെടിപ്രാന്ത് പെട്ടെന്ന് തുടങ്ങിയതാണ് എനിക്ക്. നാട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഈ ചെടിപ്രാന്ത് പെട്ടെന്ന് വന്നതാണ് കേട്ടത്. പിന്നെ കനകാംബരം, എന്താ കനകാംബരം ഇതിലൊക്കെ പൂ വന്നു. എന്നിട്ട് ഇപ്പോൾ 2ാം പ്രാവശ്യം വീണ്ടും വിരിഞ്ഞതാണ് കേട്ടോ. അത് ഇതാണ്ടില്ലേ, ഇതിപ്പോൾ വെച്ചതേ ഉള്ളൂ, എന്നാലും പൂ വരുന്നുണ്ട്. ഇത് 2-3 വട്ടമായിട്ട് പൂ വരുന്നുണ്ട്. പിന്നെ ബാൽക്കണി ആയതുകൊണ്ട് ഞാനിങ്ങനെ കിളിനെയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡും ഉണ്ട്, ആ സൈഡും ഉണ്ട്. ആ സൈഡ് കാണിച്ചിട്ടോ. ദുബായിൽ നിന്ന് വാങ്ങിച്ചാണോ? ദുബായിൽ നിന്ന് മേടിച്ചാണ് 2 ഒരു ആഫ്രിക്കൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതെ അതെ അതെ, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അപ്പുറത്തുണ്ട്. അയ്യോ, എൻ്റെ കാല് കെട്ടി ചെടി താഴെ വീണു ഗൈസ്. മണ്ണൊക്കെ പോയതോ. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ നോക്കി നടക്കാൻ ഭയങ്കര പാടാണേ. കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഈ കുറച്ച് സ്പേസിൽ വേണം ചെടി നനയ്ക്കാൻ പോവാനായിട്ട്. മണ്ണ് കുറച്ച്. പിന്നെ 10 മണിയാണ് ഞാൻ കൂടുതൽ വെച്ചിട്ടുള്ളത്. ഇതേ ഫുള്ള് ഇതൊക്കെ 10 മണി, വളരെ 10 മണി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇന്നലെ 2 പൂ വിരിഞ്ഞായിരുന്നു. പിന്നെ അവിടെ യെല്ലോ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 കളറുണ്ട്. യെല്ലോ ഉണ്ട്, റോസ് ഉണ്ട്. ഇതിലും ഇന്നാണ് വിരിയാത്തത് കേട്ടോ. അയ്യോ, നമ്മൾ ഇന്നലെ വീഡിയോ എടുത്താന്ന് വെച്ചാൽ പൂ കാണിക്കായിരുന്നു.
ഇന്നലെ 4 പൂ വരുന്നുണ്ടായിരുന്നു 10 മണി. പിന്നെ ഇത് ജെയ്ഡ് പ്ലാന്റ് ആണേ. ജെയ്ഡ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല രസമാണ് ജെയ്ഡ് പ്ലാന്റ്. അതിൽ ഇതിൻ്റെ ഈ ഇല എന്ന് പറയുന്നത് നമ്മൾ തൊട്ടാൽ അപ്പോൾ പൊട്ടി വരുന്നത്. ഇത് ഈ മണി പ്ലാന്റ് ഇപ്പോൾ മേടിച്ചാണ് കേട്ടോ ഹാങ് ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ ഉണ്ടല്ലേ ഇതിങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ്. 200 രൂപയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു വന്നത്. ഈ പോട്ട് കാണാൻ അത്ര ഭംഗിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിൽ വെച്ചതാണ്. ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഇടണം, കാരണം ഇതിൽ എന്താ പറയുക അവരുടെ മണ്ണല്ലേ, അത്ര ഒരു ഹെൽത്തി അല്ല തോന്നുന്നു. അപ്പം ഇത് ഞാൻ ഇവിടെ തന്നെ വയ്ക്കും. ഇത് കുറച്ചുകൂടെ വളർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ള് വളച്ച് വെക്കാമല്ലോ, ഇങ്ങനെ വളച്ച് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അയ്യോ ഒന്ന് ഭയങ്കര ചൂട് കേട്ടോ. ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ദിവസങ്ങളായിട്ടില്ലേ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു 1 വീക്കായി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെയാണ് കേട്ടോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് എന്തായാലും വീഡിയോ ഏട്ടനും പറയണം, നീ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, എന്തായാലും ചെയ്യേ പറയുന്നുണ്ട്. ലോങ് വീഡിയോ ചെയ്യാൻ ഒട്ടും മൂടില്ല, ഡസ്പായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് നല്ലൊരു മൂഡ് സ്വിങ്സിൻ്റെ ഒരു പണിയും കിട്ടിയിട്ട് എനിക്ക്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് ഭയങ്കര പ്രശ്നമാണ് എനിക്കത്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ചെറിയൊരു ഡിപ്രഷൻ്റെ ആളുമാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര കൂളായപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാലും വീട് കാണിക്കില്ല കേട്ടോ. വീട് ഞാൻ ഹോം ടൂറിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സാരിയൊക്കെ സെറ്റ് ചെയ്തില്ല കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ സാരിയൊക്കെ വരുമ്പോഴാണ് എപ്പോഴും ബ്ലൗസൊക്കെ കൂടുതൽ തെച്ചിട്ട് വരാറുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് സാരി ബ്ലൗസൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് ഹോം ടൂറിൽ ഈ സാരി കൊടുത്തിട്ട് വേണം ചെയ്യാന്ന് പറയാം. ഇവിടെ വന്നത് മൂഡ് ഓഫായി. മൊത്തം ഒന്നുമില്ല, റീലും ഇല്ല, ഷോർട്സും ഇല്ല, ലോങ് വീഡിയോ ഇല്ല, ഒന്നുമില്ല. മൊത്തം ഞാനും ഉണ്ട്, എൻ്റെ മൂഡ് സ്വിങ്സും ഉണ്ട്. ഇങ്ങനെ ഇരിപ്പാണ്. ഇപ്പം ശരി കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നതാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അത്രേ ഉള്ളൂ. ഓ ഇന്ന് ഭയങ്കര വെയിൽ കേട്ടോ. ഞാൻ വെയിലില്ലാതെ വിഷമിച്ചിരിക്കുന്നു. അയ്യോ എൻ്റെ ചെടി നശിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ ചെടി വർത്തമാനത്തിലേക്ക് തന്നെ വന്നു. ഹോം ടൂറുള്ള സമയത്ത് കൂടുതൽ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പം ഞാൻ ഒരു ചെടി പറഞ്ഞില്ല, ആന്തൂറിയം മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ആന്തൂറിയം. ഈ ആന്തൂറിയം മേടിച്ചിട്ട് മൊത്തം കരിഞ്ഞ് നശിച്ചു പോയിട്ടോ. അപ്പോൾ എനിക്ക് ആന്തൂറത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതിനെ എങ്ങനെ കെയർ ചെയ്യണം എന്താണ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം മേടിച്ചിട്ട് അത് ഉള്ളിൽ തന്നെ വെച്ചു. എപ്പോഴും 1-2 ദിവസം വെയിൽ കാണിച്ചു, മൊത്തം ഇല ഫുള്ള് കരിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് നമ്മൾ ആന്തൂറിയം വളരുന്നില്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ വളമൊക്കെ മേടിച്ച് മണ്ണ് മേടിച്ച് എല്ലാം മേടിച്ച് വന്നിട്ട് കുത്തിയിരുന്ന് പോട്ടിംഗ് മിക്സൊക്കെ റെഡിയാക്കി 2 പോട്ടിലോട്ട് മാറ്റി. ഇലകളൊക്കെ കരിഞ്ഞ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നല്ല രീതിക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല രീതിക്ക് മണ്ണെന്ന് പറഞ്ഞാൽ ഈ ആന്തൂറിയത്തിന് സാധാരണ ചെടികളെ പോലെയല്ല, നല്ല കുത്തി നിറച്ച് മണ്ണ് പാടില്ല അത്ര. കൂടുതലും ഈ വേരിലും മരത്തിലൊക്കെയാണ് ഇത്ര ഈ സംഭവം വരും. അതുകൊണ്ട് മണ്ണ് തീരെ ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറച്ച് കൊക്കോ പീറ്റും വളവും മണലൊക്കെ ഇട്ടിട്ടുണ്ട്. മണ്ണ് വളരെ കുറവ് പറ്റുള്ളൂ ഈ ആന്തൂര്യത്തിന് സാധാരണ ചെടികളെ അപേക്ഷിച്ച്. എന്നിട്ട് ഞാൻ ആ ഒരു ചെടിനെ 2 പോട്ടിലേക്ക് മാറ്റിയിട്ട് നട്ടതാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ചെറിയൊരു ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ചെറിയൊരു മുട്ട വരുന്നത് പോലെ കേട്ടോ. ഇത് പുതിയൊന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ ഇല കുറച്ച് ഫ്രഷ് കുഞ്ഞതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാം നശിച്ചു പോയപ്പോൾ എനിക്ക് വിഷമമായി. കാരണം അറിയാലോ ആന്തൂറിയം ചെടിക്ക് നല്ല വിലയുണ്ട്. എല്ലാം എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, പരിപാലനമൊന്നും അറിയില്ല, പിന്നെ പഠിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇഷ്ടികയും മണ്ണ് വളരെ കുറവ്, ഈ ചകിരിച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായി എടുത്തു കേട്ടോ. അങ്ങനെയാണ് മിക്സ് ചെയ്തത്. വരുന്ന് വിചാരിക്കണം, നോക്കാം അല്ലേ കേട്ടോ. പിന്നെ ജമന്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ജമന്തി വെച്ചിട്ട് അത് കുറച്ച് ദിവസമേ ഉള്ളൂ. ഇത് വരുമോയെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. വരുമായിരിക്കും. വെയിൽ വേണം തോന്നുന്നു ജമന്തിക്ക്. അപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ വെച്ച ഉടനെ വെയിലത്ത് വെക്കണ്ടെന്ന് പറഞ്ഞിപ്പോൾ വെളിയിൽ വെച്ചതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാമത് ഈ ചെറിയ ബാൽക്കണി ആയതുകൊണ്ട് ചെടികൾ വെക്കാൻ സ്ഥലമില്ല. ഇതിപ്പം 10 മണിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഹാങ് ചെയ്ത് വെക്കാം. ഇനിയും 10 മണി കിട്ടിയാൽ ഇവിടെ ഫുള്ള് ഹാങ് ചെയ്യാം കേട്ടോ. പക്ഷെ ചില ചെടികളൊന്നും ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പാട്. അടുത്ത പ്ലാൻ ഇവിടെ ബാൽക്കണിയിൽ ഇവിടെ താഴെ തട്ടടിച്ചിട്ട് അതെ
വെളിയിൽ ചില അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇതാണ്ടില്ലേ ഈ സൈഡ് ഈ കമ്പി പോലെ സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താവും, നമ്മൾക്ക് ചെടി കാണുകയും ചെയ്യാം, ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ പോട്ട് നിറച്ചും വെക്കാം. അപ്പം അങ്ങനെ ചെയ്താലും നന്നായിട്ടുണ്ടാവില്ലേ. നെക്സ്റ്റ് ടൈം അങ്ങനെ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഗാർഡൻ. ഇത്രയേ ഉള്ളൂ. എന്താ കുട്ടി ടയർഡായോ? നല്ല ചൂട്. ഞാനിന്ന് ഭയങ്കരമായിട്ട് വേറെ ഇവിടെ നിങ്ങളെ നാട്ടിൽ പോലെ അല്ല കേട്ടോ. നാട്ടിൽ നല്ല സുഖമല്ലേ, നിങ്ങളൊക്കെ മഴ എൻജോയ് ചെയ്യുന്നുണ്ടാവില്ലേ? അങ്ങനെയല്ല, ചില ഭാഗത്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടോ ന്യൂസിൽ. മഴ കാരണം എവിടെയാണ് ആലപ്പിയൊക്കെ ഭയങ്കര പ്രശ്നമുള്ളത് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ചെന്നൈയിൽ. ഇതേ ഞാനിപ്പോൾ കുറച്ച് ഒന്ന് വീഡിയോ ചെയ്യുമ്പോഴേക്കും വേർത്ത് ഒഴുകാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സോഡ കുടിക്കാറുണ്ട്. എനിക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സോഡ വേണം. ഞാൻ ഈ ബുദ്ധ ഒരു ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സാരില്ല എന്നാലും പറയാം. ഇത് ഞാൻ മണ്ണിൻ്റെ മേടിച്ചിട്ട് മൊത്തം കളർ ചെയ്താണ് കേട്ടോ. ബ്ലാക്ക്, റെഡ്, പിന്നെ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെയൊക്കെ ഞാൻ കളർ ചെയ്താണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താണ് കേട്ടോ. ഞാൻ അവിടെ ഗാർഡനിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് പെയിൻറ്റ് ചെയ്തത്. നമുക്ക് ഗാർഡനിൽ ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ എല്ലാം കൂടെ വെച്ച് നിറയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ഇവിടെ വെച്ചിരിക്കുക. ഫുൾ എൻ്റെ വീട് മൊത്തം മണി പ്ലാന്റ് പ്രൊപ്പഗേഷനാണ്. കണ്ടില്ല വെള്ളത്തിൽ. ഇവിടെ നമ്മുടെ ഇത് പനിക്കൂർക്ക. ഇതൊക്കെയാണ് നമ്മുടെ ബാൽക്കണി ഗാർഡൻ വിശേഷങ്ങൾ. ഞാൻ എന്നിട്ടും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങോട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് ലോങ് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാൽക്കണി എൻ്റെ ഹാളിൻ്റെ പകുതി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഹോം ടൂർ കാണണം. സൺഡേ ഞാൻ ഒരുപക്ഷെ മൺഡേ ആയിട്ടും എടുക്കുന്നതാണ്. അപ്പോൾ ഹോം ടൂറിലാണ് നമ്മുടെ മൊത്തം വിശേഷങ്ങൾ കേട്ടോ. പിന്നെ മെയിൻ അപ്പാർട്ട്മെൻറ്റിൽ നല്ല അടിപൊളി പൂക്കളും മരങ്ങളായിട്ട് ഹിൽ സൈഡുമാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഹിൽ സൈഡാണ് കേട്ടോ. നല്ല അടിപൊളി വൈബ് പ്ലേസാണ് ഇവിടെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യൽ കുറവാണെന്ന് പറഞ്ഞാൽ ആരും സപ്പോർട്ട് കുറയ്ക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടുതൽ പേര് അങ്ങനെ കാണുന്നത് എനിക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യില്ല, പക്ഷെ നമ്മളുടെ ചാനൽ കയറിയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങിയ ആളായത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹോം ടൂറിൽ കാണാം കേട്ടോ.